കാത്തിരിപ്പിന് വിരാമമാകുന്നു. ബഹിരാകാശത്ത് നിന്ന് നല്ല വാർത്ത കേൾക്കുന്നു. 8 മാസത്തിലേറെ നീണ്ട ബഹിരാകാശ ജീവിതത്തിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങിവരവിന് തയ്യാറെടുക്കുകയാണ്. ഇതിനുള്ള തീയതി കുറിച്ചു. സുനിതയെയും ബുച്ചിനെയും മടക്കിക്കൊണ്ടുവരാനുള്ള ക്രൂ 10 ദൗത്യം മാർച്ച് 12-ന് സ്പേസ് എക്സ് വിക്ഷേപിക്കും. ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് 19-ന് നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും മടങ്ങിയെത്തും. വെറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ 2024 ജൂൺ 5-നാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിന്റെ സാങ്കേതിക തകരാർ കാരണം മടക്കയാത്ര വൈകി. തിരികെ വരവ് പലതവണ മാറ്റിവെച്ചതിനെ തുടർന്ന് 8 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് ഇരുവരും. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂളിനാണ് ഇരുവരെയും ഭൂമിയിൽ സുരക്ഷിതമായി എത്തിക്കാനുള്ള ചുമതല. ക്രൂ 10 ദൗത്യം എന്താണ്, എങ്ങനെ എന്നൊക്കെ നോക്കാം ഇനി. 6 മാസം ബഹിരാകാശ നിലയത്തിൽ കഴിയാനായി 4 ബഹിരാകാശ യാത്രികരെ ക്രൂ 10 ദൗത്യത്തിൽ നാസ അയക്കുന്നു. ഇവർ നിലയത്തിലെത്തിയുള്ള ഒരാഴ്ചക്കാലം ചുമതലകളുടെ കൈമാറ്റങ്ങൾ നടക്കും. അതായത് നിലവിൽ സ്പേസ് സ്റ്റേഷന്റെ കമാൻഡറായ സുനിത വില്യംസ് ക്രൂ 10 ദൗത്യത്തിൽ വരുന്ന പുതിയ കമാൻഡർക്ക് ISSന്റെ ചുമതല കൈമാറും. ഇതിനുശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഡ്രാഗൺ ക്യാപ്സ്യൂൾ പേടകത്തിൽ മാർച്ച് 19-ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്യുക. നാസ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആൻ മെക്ലെയിൻ, നിക്കോൾ AS, ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുടെ ടക്കുയാ ഒനീഷി, റോസ് കോസ്മോസിന്റെ കിരിൽ പെർസോവ് എന്നിവരാണ് ക്രൂ 10 ദൗത്യത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോവുക. മാസങ്ങൾക്ക് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തുന്ന സുനിതയ്ക്കും ബുച്ചിനും ആദ്യത്തെ കുറച്ചുനാൾ ഭൂമിയിലെ ജീവിതം അല്പം കഠിനമായിരിക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സീറോ ഗ്രാവിറ്റിയിൽ കഴിഞ്ഞ ഇരുവരും ഭൂമിയുടെ ഗ്രാവിറ്റിയുമായി പൊരുത്തപ്പെടുന്നതുവരെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ബുച്ച് വിൽമോർ കാര്യങ്ങളെ ഇങ്ങനെ വിവരിക്കുന്നു. ഗുരുത്വാകർഷണം വലിയ വെല്ലുവിളിയാണ്. അതാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരിക. ഗ്രാവിറ്റി എല്ലാറ്റിനെയും വലിച്ചു താഴ്ത്തും. ശരീരദ്രവങ്ങളിൽ പോലും മർദ്ദവ്യത്യാസം അനുഭവപ്പെടും. ഒരു പെൻസിൽ ഉയർത്തുന്നത് പോലും ഭാരോദ്വഹനം ചെയ്യുന്നതിന് സമാനമാണെന്ന് തോന്നും എന്നും ബുച്ച് CNN-നോട് പറഞ്ഞു. ചെറിയൊരു സന്ദർശനത്തിന് പോയ സുനിതയും ബുച്ചും തിരിച്ചെത്തുന്നത് ആശങ്കപ്പെടുത്തും വിധം വൈകിയാണ്. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ അവർ തിരിച്ചെത്തുന്നു എന്നത് ശുഭവാർത്തയാണ്. ഏതായാലും ബാക്കി കാര്യങ്ങൾ അതിനുശേഷം നോക്കാം, അല്ലേ?